ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യാനായി ആദ്യം അവരുടെ ഷെയർസ് പ്രൈമറി മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നു. IPO കഴിഞ്ഞാൽ ആ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റിലേക്കും എത്തുന്നു. സെക്കൻഡറി മാർക്കറ്റിൽ ആ ഷെയർസ് ഒരു ബയറിൽ നിന്നും മറ്റൊരു ബയറിലേക്കും അവിടെ നിന്നും അടുത്ത ബയറിലേക്കും അങ്ങനെ തുടർച്ചയായി കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ ഒരു ഷെയർസ് വാങ്ങാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ആ ഓർഡർ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെൽക്കം ടു ഫിൻബർഗ് ഇൻസൈറ്റ്സ്. ദിസ് ഈസ് റൊണാൾഡ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഒരു ബൈ ഓർഡർ ഇടുമ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിരവധി സ്ഥാപനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ വർക്ക് ഫ്ലോ ആണ് ഇതിന് പിന്നിലുള്ളത്. നമുക്ക് ആ വർക്ക് ഫ്ലോ വളരെ സിമ്പിളായി നോക്കാം. ഒരു ഇൻവെസ്റ്ററായ നിങ്ങൾ റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ബൈ ബട്ടൺ അമർത്തിയ നിമിഷം ആ ഓർഡർ നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കല്ല പോകുന്നത്. ഇവിടെയാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ വെബ്സൈറ്റിലോ അതിന്റെ ആപ്ലിക്കേഷനിലോ ആയിരിക്കും ഈ ബൈ ബട്ടൺ അമർത്തുന്നത്. ഈ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഓതറൈസ്ഡ് മിഡിൽമാൻ ആണ്. നിങ്ങൾ കൊടുത്ത ഓർഡർ പരിശോധിച്ച് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് അയക്കുക എന്നതാണ് സ്റ്റോക്ക് ബ്രോക്കറിന്റെ ഉത്തരവാദിത്വം. ഇന്ന് മാർക്കറ്റിൽ നിരവധി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അതിലൊരു ബിഗിനറിന് വളരെ സിമ്പിൾ ഇന്റർഫേസ് ആയ ബ്രോക്കറായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഗ്രോയാണ്. എന്നാൽ ട്രേഡിംഗിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ അതിലും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള മറ്റു ബ്രോക്കേഴ്സും മാർക്കറ്റിലുണ്ട്. അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. എല്ലാ ബ്രോക്കേഴ്സും ഓരോ ട്രാൻസാക്ഷനിലും അവരുടെ ബ്രോക്കറേജ് ചാർജസ്, ഗവൺമെന്റ് ടാക്സസ്, എക്സ്ചേഞ്ച് ചാർജസ് തുടങ്ങിയ ചില ചാർജസ് ഈടാക്കും എന്നത് ഓർക്കുക. ഇനി സ്റ്റെപ്പ് 3ലേക്ക് പോകാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ പരിശോധിച്ചയച്ച നിങ്ങളുടെ ഓർഡർ എത്തുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഓൺലൈനിൽ വാങ്ങാൻ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് അവർ സ്വന്തമായി പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുകയല്ല ചെയ്യുന്നത്. അവർ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റോളും. സെക്കൻഡറി മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വാങ്ങുവാനും വിൽക്കുവാനും ഒരു മാർക്കറ്റ് പ്ലേസ് ആയി പ്രവർത്തിക്കുകയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇന്ത്യയിൽ പ്രധാനമായും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉള്ളത്. NSE എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ BSE എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഓർഡറും സെൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയുടെ ഓർഡറും തമ്മിൽ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഡർ മാച്ച് ആയാൽ അവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ വർക്ക് ഫ്ലോ ഒന്നുകൂടി നോക്കാം. ഇൻവെസ്റ്റേഴ്സ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. സ്റ്റോക്ക് ബ്രോക്കർ ഇൻവെസ്റ്ററിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർഡർ മാച്ച് ചെയ്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു അതിവേഗ വർക്ക് ഫ്ലോ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രേഡ് എക്സിക്യൂട്ട് ആയെന്ന് പറഞ്ഞാൽ ആ ഷെയർസ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തി എന്നല്ല അർത്ഥം. അപ്പോൾ ആ ഷെയർസ് എങ്ങനെയാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നത്? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഡെപ്പോസിറ്ററി ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വളരെ സിമ്പിളായി നമുക്ക് ഇവയുടെയൊക്കെ റോളുകൾ മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.